ഹിഫ്സ് ഷേഖുനായെ കണ്ടു പഠിച്ചവരല്ലേ നാമൊക്കെ. അവിടത്തേക്ക് വലിയ താടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാന കാലഘട്ടത്തിൽ തലപ്പാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ താടിയും തലപ്പാവുന്നല്ല, താടിയും കൂടി അതിൽ കൂട്ടിയെന്തിനാ നമുക്ക് മനസ്സിലായില്ല. ഏതായിരുന്നാലും സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് തലപ്പാവിന് നിലവാരം. മറ്റൊക്കെ വേറെ ആലോചിക്കാലോ. തലപ്പാവിന് നിലവാരം അതാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഈ നിലക്ക് മൗലിദാഘോഷമായി മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു സംഗതി അത് പാരായണം ചെയ്യൽ ബിദ്അത്താണ്. അവയിൽ ശിർക്കുള്ളവയുണ്ട്, അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കണം. ഇതാണ് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞത്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമായിരിക്കണം അർപ്പിക്കേണ്ടത്. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. നിരവധി തവണ ഈ വേദിയിൽ വെച്ച് തന്നെ നാട്ടുകാരെ കേട്ടതാണ് അല്ലേ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞതാ അത്. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റൂല, മറ്റമ്പിയാക്കളോട് പറ്റൂല, ഔലിയാക്കളോട് പറ്റൂല, അല്ലാഹു അല്ലാത്ത ആരോടും പറ്റില്ല, ഒന്നിനോടും പറ്റില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയൂ നിങ്ങൾ ജനങ്ങളോട്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കു ചേർക്കില്ലെന്ന് പറഞ്ഞോളൂ നബിയെ. നോക്കൂ നിങ്ങൾ, ഈ നിലക്ക് അല്ലാഹുവോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായി പ്രിയമുള്ളവരെ, എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായി, രോഗമുണ്ടായി, സാമ്പത്തിക പ്രയാസമുണ്ടായി. അത്തരം ഏതെങ്കിലും ഒരു രംഗങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ പ്രാർത്ഥിച്ചിട്ടില്ല. ആ നിലക്കുള്ള ഇസ്തിഗാസ നടത്തിയിട്ടില്ല, ആ സഹായത്തേട്ടം നടത്തിയിട്ടില്ല. എങ്കിൽ പിന്നെ നമ്മൾ നടത്തണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വഫാത്തായി പോയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിതത്തിലെ വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ സമയത്ത് വിളിച്ചു തേടിയതായി പ്രാർത്ഥിച്ചതായി സ്വഹീഹായ വല്ല രേഖയുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ഒരു ഏർപ്പാടിലേക്ക് പോവരുതെന്നാണ് ഈ സമൂഹത്തോട് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ചെയ്തു പോയാൽ അത് ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ പിന്നെ ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തില. ഒരു നേതാക്കന്മാർക്കും പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂല, ഒരു ഹോജാക്കന്മാർക്കും കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ കഴിയൂല. അതാണ് നരകം. മറന്നു പോണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ നരകത്തിലെങ്ങാനും ആയിപ്പോയാൽ ഏത് നേതാക്കന്മാർക്ക് രക്ഷപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് മുജാഹിദീങ്ങൾ അവിടെ ബാധ്യത തീർക്കുന്നത്. സഹോദര, ചെയ്യാൻ പാടില്ല, അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥന റഹ്മാനായ റബ്ബിനോട് മാത്രം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ, അതുപോലെ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച പോലെ, ആ നിലക്ക് ഖുർആൻ പഠിപ്പിച്ച അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രമായിരിക്കണേ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇനിയെങ്കിലും ഈ ഒരു രംഗത്തെങ്കിലും സഹോദരന്മാരെ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ വിഷയങ്ങൾ എങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീന്റെ പേരിലുണ്ടാക്കാൻ പാടില്ല, ദീനിലുണ്ടാക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ മൗലിദ് പാരായണം കൊണ്ട് ആ ഒരു പുണ്യവും ബറക്കത്തും ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്താൽ ആ മനുഷ്യന് നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ എന്ന് വെള്ളം കുടിക്കാൻ സാധ്യമല്ല. ചില്ലറ വിഷയമല്ല. അവന് തൗബ അല്ലാഹു തടഞ്ഞു വെക്കും, തൗബ അല്ലാഹു തടഞ്ഞു വെക്കും. നരകത്തിലേക്കുള്ള മാർഗമാണ് ബിദ്അത്ത്. പലതവണ നമ്മൾ മനസ്സിലാക്കിയതാണ്. എങ്കിൽ സഹോദരന്മാരെ, ആ ജാതി മൗലിദിന്റെ കിതാബുകൾ നമ്മൾ വിട്ടു നിൽക്കുക. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്ത് പറയാനുള്ളത്. ഇനിയോ മൗലിദിൽ ശിർക്കുള്ളവയുണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ വേറെയും കുറെ ഉണ്ട്. ചില ഉദാഹരണം മാത്രം പറഞ്ഞു പോവാൻ. അത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ ബിദ്അത്താണ് പറഞ്ഞു. ഇനിയോ അതിൽ കുറെ കെട്ടുകഥകളുണ്ട്, കുറെ കെട്ടുകഥകളുണ്ട്. പച്ചക്കള്ളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ
സ്വഹാബത്തിന്റെ പേരിലൊക്കെ ഉണ്ടാക്കിയത്. ഈ മൗലിദിന്റെ ഏടുകളിൽ കിതാബുകൾ ഉണ്ട്, പലതിലുമുണ്ട്. നോക്കൂ നിങ്ങൾ, അതിന് കുറെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിയാർ എഴുതിയ പുസ്തകമാണിത്. അതായത് അതിന്റെ മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം മുക്കം മുഹമ്മദ് ബാക്കവി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പരിഭാഷയാണിത്. ഇതിൽ എന്തെല്ലാം കള്ളക്കഥയാ പറയുന്നറിയോ? എന്തൊക്കെയാണ് ഇതില്? ഈ മൗലിദിലുള്ള കള്ളക്കഥയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുകയാണ്, വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ. എന്താ അർത്ഥം കൊടുത്തേ കേട്ടോ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് കൊണ്ട് സഹായം തേടി, അപ്പോൾ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസമുണ്ടായപ്പോ ആരോട് സഹായം തേടിയത്രേ? ആരോട് സഹായം തേടിയത്രേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എത്ര നുണയണയില്, എത്ര കളവായില്! എന്തേ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ജനിച്ചിട്ടുണ്ടോ? എന്നിട്ട് ആ റസൂലുള്ളാഹിയോട് സഹായം തേടി. ഒന്ന്, സഹായം തേടുന്ന വിഷയം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ടോ? ഇതെല്ലാം വെച്ചുകൊണ്ട് പച്ചക്കള്ളം. മുമ്പ് ഒരാള് പറഞ്ഞില്ലേ, ഓന്റെ വീടിന്റെ അടുത്തുള്ള കുളത്തിൽ ചൂണ്ടലിട്ടപ്പോ പൊരിച്ച അയില കൊത്തി. കുളത്തിൽ ചൂണ്ടലിട്ടപ്പോ പൊരിച്ച അയില കൊത്തി. എത്ര നുണയില്! ഇതേപോലെ കളവിന്റെ മാലപ്പടക്കമല്ല ഇത്. എന്നിട്ട് ഇതിന് വ്യാഖ്യാനം കൊടുത്ത് കേട്ടോ. എന്താ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവർ അത് ചെവിക്കൊണ്ടില്ല. അവർ വിശ്വസിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശക്തമായ പ്രളയമുണ്ടായി. അപ്പോൾ അദ്ദേഹം രക്ഷയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് കൊണ്ട് സഹായം തേടി രക്ഷ ലഭിക്കുകയും ചെയ്തു. ചോദിക്കട്ടെ, ഇങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം തേടിയതായി വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ ആർജവമുള്ള, ചങ്കുറപ്പുള്ള, ചങ്കൂറ്റമുള്ള ഏതെങ്കിലും സഖാഫിമാര് ലോകത്തിന്റെ മുഖമൂലകളിലുണ്ടോ? സ്വഹീഹായ ഹദീസുകളെ കൊണ്ട് ഇങ്ങനെ ഒന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുണ്ടോ? പച്ചക്കള്ളമല്ല ഈ പറഞ്ഞത്. അതുപോലെ ഇപ്പുറത്ത് പറയുന്നുണ്ട്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇടതേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുവെന്ന് സ്വഹീഹായ ഹദീസുകൾ കൊണ്ട്, ഖുർആൻ കൊണ്ട് ഏതായാലും തെളിയിക്കാൻ കഴിയൂല. സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? കുറ്റമറ്റ പരമ്പരയുള്ള ഹദീസിലൂടെ തെളിയിക്കാൻ സാധ്യമാണോ നിങ്ങൾക്ക്? ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. നിങ്ങളെ കൊണ്ട് കഴിയില്ല, കഴിയില്ല നിങ്ങളെ കൊണ്ട്. എന്നിട്ട് ഈ ജാതി കള്ളക്കഥകളുള്ള മാല ചൊല്ലണമെന്നോ ഈ നാട്ടുകാരെ കൊണ്ട് ചൊല്ലിപ്പിക്കണമെന്നോ? ആലോചിച്ചു നോക്കൂ നിങ്ങള്. അതാ ഇവിടെ ചർച്ച. ഇത് ചൊല്ലണോ ചൊല്ലണ്ടേ ചർച്ച. എന്ത്? ഈ കള്ളക്കഥകള് ദീനുൽ ഇസ്ലാമിന്റെ പേര് ചൊല്ലണോ ചൊല്ലണ്ടേ ചർച്ച നടക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അമ്പിയാക്കളുടെ പേരിൽ പച്ചക്കള്ളമുള്ള ഈ ജാതി മൗലിദുകള് അത് ഈ ചൊല്ലണ പുണ്യമാണ് വിചാരിച്ചുകൊണ്ട് ചൊല്ലണമത്രേ. എവിടേക്കാ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? ആലോചിച്ചോ നിങ്ങള്. ഇനിയോ എന്തെല്ലാമാണ് കള്ളക്കഥകളും അതുപോലെ ഏർപ്പാടെന്നറിയോ? സിദ്ദീഖ് മൗലവി കൈയൊഴിച്ചല്ലോ, സിദ്ദീഖ് മൗലവി കൈയൊഴിച്ചല്ലോ. കൈയൊഴിക്കാൻ നമ്മൾ അങ്ങനെ സമ്മതിക്കൂല. എന്താണെന്നറിയോ? എന്താ അറിയോ? നിങ്ങൾ ഒരു തലക്കൽ ഒഴിവാക്കിയാൽ മറ്റേ തലക്കൽ ഒഴിവാവൂല. ഈ കോലത്തിലാ ഉള്ളത്. പരിശോധിക്കാം നമുക്ക്. സിദ്ദീഖ് മൗലിദിൽ കുറെ കള്ളക്കഥകളുണ്ട്, കുറെ കള്ളക്കഥകളുണ്ട്. എന്നിട്ടോ ആ വിഷയം ഞങ്ങളുടെ ഭാഗത്ത് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ, സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ബഹുമാനായ മായിൻകുട്ടി സുല്ലമി അദ്ദേഹം ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് നൗഷാദ് ഹസൻ ഇടപെടുകയാണ്. എന്ത്? പിന്നെ മാലകളിലും മൗലിദുകൾ കുറെ പച്ച കള്ളങ്ങളുണ്ട്, കെട്ടുകഥകളുണ്ട്, സാമ്പിൾ വാങ്ങിയാൽ തരാ സിദ്ദീഖ് മൗലിദ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ നൗഷാദ് ഹസൻ പറയാണ്, സാമ്പിൾ ഒന്നും വേണ്ട, ഒരാൾ സംസാരിക്കും മറ്റാൾ ഇടപെടാൻ പാടില്ല എന്നാണ്. എന്നിട്ട് ആ സംസാരം അലങ്കോലപ്പെടുത്തുന്നു. ശ്രദ്ധിക്കൂ നിങ്ങൾ ആ ഭാഗം ഒന്ന്. അതുകൊണ്ട് തന്നെ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രശ്നമേ ഇല്ല. നിബന്ധന എഴുതുക എന്നുള്ളതാണ്. മൗലിദിൽ എന്തുണ്ട് എന്തില്ല, മധു